ഈശോമിശിഹായേറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ക്രിസ്മസ് കാലഘട്ടത്തിലായിരിക്കുകയാണ്. പുൽക്കൂട്ടിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഏറ്റവും ആദ്യമേ ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് കടന്നു ചെന്ന ആട്ടിടയന്മാർ, അതുപോലെ തന്നെ അടുത്തതായിട്ട് പുൽക്കൂട്ടിലേക്ക് കടന്നു ചെന്ന ജ്ഞാനികൾ. ഈ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആട്ടിടയന്മാർ നമുക്കറിയാം, സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ലഭിച്ച ദൈവിക സന്ദേശം, മാലാഖമാരുടെ സന്ദേശം അവർ കേൾക്കുകയും ഉടനടി തന്നെ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് രക്ഷകനെ കാണുവാനായിട്ട് പുൽത്തൊഴുത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അതുപോലെ തന്നെ ജ്ഞാനികളെ സംബന്ധിച്ച് അവർ പൗരസ്ത്യ ദേശത്ത് വന്ന ജ്ഞാനികൾ രക്ഷകനെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ വഴിയായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ അവരുടെ അറിവിലൂടെ അവർ രക്ഷകൻ്റെ നക്ഷത്രം കണ്ടെത്തുകയും രക്ഷകൻ്റെ ജനന സ്ഥലം കണ്ടെത്തി അവർ യാത്ര ചെയ്ത്, വളരെയധികം യാത്ര ചെയ്ത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവരുടെ സഞ്ചാരത്തിലൂടെ അവർ രക്ഷകൻ്റെ ജനന സ്ഥലത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള ആളുകൾ വളരെയധികം സന്ദേശങ്ങൾ തരുന്നുണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഈശോയിലേക്ക് കടന്നു വരുവാനുള്ള വിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ അവസ്ഥയോ ഒന്നും ഇതിനൊരു തടസ്സമായിട്ട് നൽകുകയില്ല. ആട്ടിടയന്മാർ അവർക്ക് കിട്ടിയ ദർശനം അവർ ഈശോയിലേക്ക് വരുവാൻ കാരണമായെങ്കിൽ, ജ്ഞാനികൾ അവരുടെ പഠനം ഈശോയിലേക്ക് വരുവാൻ അവർക്കൊരു കാരണമായെങ്കിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയിലേക്ക് അടുത്ത് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ജ്ഞാനികൾ അവർക്കുണ്ടായിരുന്ന പൊന്നും മീറയും കുന്തിരിക്കും കാഴ്ചവെച്ചതുപോലെ നമുക്കുള്ള വിലപ്പെട്ട സാധനങ്ങൾ, ആട്ടിടയന്മാർ അവർക്കുള്ള സമയം, അവരുടെ വിലപ്പെട്ട സമയം, അവരുടെ സാന്നിധ്യം രക്ഷകന് വേണ്ടി നൽകിയതുപോലെ നമുക്ക് എന്തൊക്കെയുണ്ടോ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് നമ്മുടെ സമയമായിക്കോട്ടെ, നമുക്കാവുന്ന വിധത്തിൽ രക്ഷകന് വേണ്ടിയിട്ട് സമയവും മറ്റു കാര്യങ്ങളും ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ എളിമയോടെ ഉള്ളൊരു ജീവിതം നമുക്ക് വളരെയധികം സഹായമാണ്. കാരണം ജ്ഞാനികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഔന്നത്യം, അല്ല അത്ര ഉന്നതരാണെങ്കിൽ പോലും രക്ഷകനിലേക്ക് വരുവാനായിട്ട് അവർ എളിമപ്പെട്ടു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു എളിമ നിറഞ്ഞൊരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് രക്ഷകനിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ തിരക്ക് നിറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കുറച്ചും കൂടെ ഈശോയിലേക്ക് വ്യക്തിപരമായിട്ട് അടുക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ട്, നമ്മുടെ ഉപവാസം വഴിയായിട്ട്, അല്ലെങ്കിൽ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മളിലേക്ക് ചൊരിയപ്പെട്ട കൃപ അനുസരിച്ച് നമുക്ക് രക്ഷകനിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലഘട്ടങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനിലേക്ക് അടുക്കുവാൻ ഉള്ള ഒരു ഉപാധിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മയെല്ലാം സമൃദ്ധമായിട്ട് ഈശോ വഴി അനുഗ്രഹിക്കട്ടെ.